എല്ലാവർക്കും നമസ്കാരം. വീടുകളിലൊക്കെ അലങ്കാരത്തിനായി നമ്മൾ പലതരം ഫാൻസി ലൈറ്റുകളും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ടല്ലേ. ഇതും അത്തരത്തിലുള്ള ലൈറ്റ് ആണ്. പക്ഷെ ഇതിൽ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ രണ്ട് ബോളുകൾ കണ്ടോ? ഇതിന്റെ ഉള്ളിലായി കാന്തമുണ്ട്. അവ തമ്മിൽ അട്രാക്റ്റ് ആയി നിൽക്കുമ്പോഴാണ് ഈ ലൈറ്റ് കത്തുന്നത്. പക്ഷെ ഇതിപ്പോൾ അട്രാക്റ്റ് ആവുന്നില്ല. സോ നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ കവറിലായി രണ്ട് മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയായി ബോളിന്റെ നൂലും കെട്ടിയിട്ടുണ്ട്. ബോളുകൾ തമ്മിൽ അട്രാക്ട് ആകുമ്പോഴാണ് ഈ ഒരു ഭാഗം ടച്ച് ആവുകയും ലൈറ്റ് കത്തുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഇതിലൊരു ബോൾ പൊട്ടിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോളിന്റെ നീട്ടം ഒരിത്തിരി കൂട്ടി കൊടുക്കുകയാണ്. അതായത് രണ്ട് ബോളുകൾ തമ്മിൽ കുറച്ച് അടുത്ത് വരുമ്പോഴത്തേക്കും അട്രാക്ട് ആവുന്നുണ്ട്. സോ നമുക്ക് മുകളിലത്തെ ബോളിന്റെ നൂല് മാറ്റിയിട്ട് കുറച്ച് ഇറക്കി കെട്ടിക്കൊടുക്കാം. നൂലൊക്കെ കെട്ടി നമ്മൾ ബോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി രണ്ടും അടുത്ത് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ നോക്കിയേ, നമ്മൾ നൂലിന് ഒരല്പം നീളം കൂടിയപ്പോൾ രണ്ട് ബോളുകൾ തമ്മിൽ അട്രാക്ട് ആയിട്ടുണ്ട്. ഇതിൽ പവർ സപ്ലൈ കൊടുക്കാൻ പിന്നുണ്ട്, പക്ഷെ ബാറ്ററി ഇല്ല കേട്ടോ. സോ ലൈറ്റ് കത്തിക്കണമെങ്കിൽ ചാർജ് ചെയ്യേണ്ടി വരും. ഈ ഒരു ലൈറ്റ് വർക്ക് ആകണമെങ്കിൽ കാന്തങ്ങൾ തമ്മിൽ ഇതേപോലെ അട്രാക്ട് ചെയ്ത് നിൽക്കണം. എന്നാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അതുപോലെ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിന്റെ ഭംഗി അറിയണമെങ്കിൽ ശരിക്കും രാത്രി സമയത്ത് കത്തിച്ച് നോക്കണം. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്